ദുരന്ത മേഖലയിൽ ഇന്നും സമഗ്രമായ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണ്. ഉരുൾപൊട്ടൽ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടം മുതൽ താഴേക്കാണ് പരിശോധന. സൺറൈസ് വാലിയിലും നമ്മൾ കണ്ടതാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് പരിസര പ്രദേശങ്ങൾ, മറ്റു വെള്ളച്ചാട്ടങ്ങൾ, അതുപോലെ സൺറൈസ് വാലിയിലുമൊക്കെ ദൗത്യ സംഘം തെരച്ചിൽ തുടരും. എയർലിഫ്റ്റിംഗ് സംവിധാനമുണ്ട്. കൂടുതൽ കടാവർ ഡോഗ്സിനെ അതിനുവേണ്ടി ഉപയോഗിക്കും എന്നതുപോലെയുള്ള വിവരങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. നേരത്തെ മന്ത്രി തന്നെ പറഞ്ഞ് നമ്മളത് കേട്ടതാണ്. അപ്പോൾ നേരത്തെ സന്തോഷാണ് തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്രമീകരണങ്ങളെക്കുറിച്ച് പറഞ്ഞതെങ്കിൽ സനോജ് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ദുരന്ത ബാധിത മേഖലയിൽ നിന്നാണ് സനോജ് നമ്മൾക്കൊപ്പം ഉള്ളത്. സനോജ്, റൈറ്റ്, സനോജിലേക്ക് സനോജ് എത്തിയിട്ടുണ്ട്. സനോജ് ഇപ്പോൾ കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ സംസ്ഥാന സമിതി അംഗമാണ്. ആ ജയമൊക്കെ കഴിഞ്ഞ് നേരെ വയനാട്ടിലേക്ക്, തൃശ്ശൂരായിരുന്നു വോട്ടെണ്ണൽ, അതെല്ലാം കഴിഞ്ഞ് നേരെ തൃശ്ശൂരിൽ നിന്ന് നേരെ വയനാട്ടിലേക്ക് വന്ന് നിൽക്കുകയാണ്. പത്രപ്രവർത്തക യൂണിയൻ്റെ നേതാക്കന്മാരിൽ ഒരാളാണ്. അപ്പോൾ സനോജ്, അതിനൊരു അഭിനന്ദനം. അതുപോലെ തന്നെ ഷീജ, ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് 2 ആളുകളാണ് പത്രപ്രവർത്തക യൂണിയൻ്റെ തലപ്പത്തേക്ക്, നേതൃനിരയിലേക്ക് ഒക്കെ എത്തിയിട്ടുള്ളത്. അപ്പോൾ സനോജ്, ഇന്നലെ സംസ്കാര ചടങ്ങുകൾ റിപ്പോർട്ട് ചെയ്യാൻ സനോജ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ ദുരന്ത മേഖലകളൊക്കെ ഓരോ ഭാഗവും കണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. വയനാട്ടിലെ ഈ തകർന്ന പ്രദേശങ്ങളൊക്കെ കണ്ട ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഇന്നലെ കണ്ട കാഴ്ചയും ഒരു അനുഭവം എന്താണ്? ആദ്യം ശരത്ത്, ഗുഡ് മോർണിംഗ്. അഭിനന്ദനങ്ങൾക്ക് നന്ദി. ഇപ്പോൾ ശരത്ത് പറഞ്ഞതുപോലെ ഈ ദുരന്തഭൂമിയിൽ ഇന്നലെ വന്നു, ഇന്നാണ് ദുരന്തഭൂമിയിൽ ആദ്യമായി എത്തുന്നത്. സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ്, കേരളത്തിന് മുൻകാലങ്ങളിലെങ്ങും ഉണ്ടാവാത്ത ഒരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായത്. ഈ ഭൂമിയിൽ വന്ന് നിൽക്കുമ്പോൾ ഇന്നലെ ആദ്യം റിപ്പോർട്ട് ചെയ്യാൻ പോയത് പുത്തുമലയിലെ ഈ സംസ്കാര ചടങ്ങുകളിലായിരുന്നു. 22 മനുഷ്യ ശരീര ഭാഗങ്ങളാണ് ഇന്നലെ മറവ് ചെയ്തത്. ഈ മലയാള നാട് എങ്ങനെയാണ് ഒരു ദുരന്തത്തെ നേരിടുന്നത്? സമാനതകളില്ലാത്ത ഒരു ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തിൻ്റെ നടുവിൽ രക്ഷാപ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കി. യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടപ്പാക്കിയതിനു ശേഷം പിന്നീട് അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോയത് എന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണുകയുണ്ടായി. അവരുടെ സംസ്കാര ചടങ്ങുകളിൽ ഇന്നലെ പങ്കെടുക്കുമ്പോൾ മലയാള നാട് മറ്റു നാടുകളിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നു. കാരണം ഈ ദുരന്തഭൂമിയിൽ ഈ മനുഷ്യ ശരീരങ്ങൾ, 22 മനുഷ്യരുടെ ശരീരഭാഗങ്ങൾ മറവ് ചെയ്യുമ്പോൾ ആ മനുഷ്യ ശരീരങ്ങൾ മറവ് ചെയ്യുന്ന സംസ്കാര ചടങ്ങുകൾ വളരെ ആദരവപൂർവ്വം, ഒരു മനുഷ്യ ശരീരം, അതായത് ഒരു ഭൗതികദേഹം പൂർണ്ണമായും സംസ്കരിക്കുന്നത് എങ്ങനെയാണോ അത്തരത്തിൽ എല്ലാവിധ ആദരവോടും കൂടി ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള മനുഷ്യ ശരീര ഭാഗങ്ങളൊക്കെ തന്നെ വളരെ ആദരവോടുകൂടി 2 കൈകളിലാണ് എടുത്തുകൊണ്ട് കുഴിമാടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അതിന് മുന്നോടിയായി ജാതിമത ചിന്തകൾക്കതീതമായി, കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കേരളത്തെ വ്യത്യസ്തമാക്കുന്നത് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ഇന്നലെ വരെ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയിലും വ്യത്യസ്തമായ മതവിശ്വാസങ്ങളിലും കഴിഞ്ഞിരുന്ന ആളുകൾ അത്തരം കാര്യങ്ങളിലൊക്കെ മറന്നുകൊണ്ട് ഏകോദര സഹോദരങ്ങളെപ്പോലെ തോളോട് തോൾ ചേർന്നുകൊണ്ട് തങ്ങളുടെ സഹപ്രവർത്തകരെ, തങ്ങളുടെ സഹജീവികളെ യാത്രയാക്കുന്ന മനോഹരമായ ഒരു കാഴ്ച, അതായത് സർവ്വമത പ്രാർത്ഥനയോടുകൂടിയുള്ള സംസ്കാര ചടങ്ങുകളായിരുന്നു ഇന്നലെ നടന്നത്. മന്ത്രിമാർ ഉൾപ്പെടെ, MLA മാർ ഉൾപ്പെടെ, ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിച്ചേർന്നിരുന്നു. പുത്തുമലയിലെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ കുഴിമാടത്തിലും പ്രത്യേക നമ്പറുകൾ രേഖപ്പെടുത്തിയിരുന്നു. ആ നമ്പറുകളുടെ കാരണമെന്ന് പറയപ്പെടുന്നത് ഇന്ന് ആരോരുമില്ലാത്ത മനുഷ്യരെ യാത്രയാക്കുമ്പോൾ, നാടൊന്നാകെ യാത്രയാക്കുമ്പോൾ നാളെ ഉറ്റവരുടെ കുഴിമാടങ്ങൾ തേടിയെത്തുന്ന ബന്ധുമിത്രാദികൾക്ക് ആദരവർപ്പിക്കാൻ വേണ്ടി അവരുടെ DNA പരിശോധനാ ഫലങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് അവരുടെ DNA പരിശോധനാ ഫലങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് ആ കണക്കുകളൊക്കെ തന്നെ ഈ കുഴിമാടത്തിൽ, ഓരോ കുഴിമാടത്തിലും പ്രത്യേകം തയ്യാറാക്കിയ കുപ്പികളിൽ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. കാരണം നാളുകളിൽ തങ്ങളുടെ ഉറ്റവരെ നഷ്ടപ്പെട്ട ആളുകൾ അവർ സംസ്കരിക്കപ്പെട്ട ഇടങ്ങൾ എവിടെയാണ് എന്ന് തേടിയെത്തുമ്പോൾ തങ്ങളുടെ ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ ഇടത്താണ്. അവർക്ക് ഒരു ആദരമർപ്പിച്ചുകൊണ്ട് അവരുടെ മതവിശ്വാസ പ്രകാരം പ്രാർത്ഥന നടത്തണമെങ്കിൽ പ്രാർത്ഥന നടത്തുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് സർക്കാർ അവരുടെ സംസ്കാര ചടങ്ങുകൾ പോലും നടത്തിയിരിക്കുന്നത് എന്നത് നമ്മൾ പറയുമ്പോൾ എത്ര സൂക്ഷ്മമായിട്ടാണ് സർക്കാർ സംവിധാനങ്ങൾ ഓരോ കാര്യങ്ങളും നടപ്പാക്കുന്നത് എന്നതാണ് ഇവിടെ കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രത്യേകത. ശരത്ത് മുമ്പ് ഗുഡ് മോർണിംഗ് കേരളത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ദുരന്തമുണ്ടായപ്പോൾ ആദ്യഘട്ടത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ സമാനതകളില്ലാത്ത ഒരു രക്ഷാപ്രവർത്തനം നടത്തി. അതിനുശേഷം ദുരിതാശ്വാസ ക്യാമ്പുകൾ, ആ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഒരു മനുഷ്യായുസ്സ് കൊണ്ട് മൊത്തം കെട്ടിപ്പൊക്കിയ ജീവിതങ്ങൾ, ഒരു നിമിഷത്തെ മലവെള്ളപ്പാച്ചിലോ മണ്ണിടിഞ്ഞ് മനുഷ്യജീവിതങ്ങൾ മണ്ണെടുത്ത് പോകുമ്പോൾ അവരുടെ ജീവിതം കൊണ്ട് കെട്ടിപ്പൊക്കിയ കെട്ടിടങ്ങൾ, വീടുകൾ ഒക്കെ തന്നെയാണ് ഇവിടെ തകർന്നടിഞ്ഞ് നാമാവശേഷമായി നിൽക്കുന്നത് എന്ന കാഴ്ച നമുക്ക്
നമുക്കിവിടെ കാണാൻ കഴിയും. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയപ്പെടുന്നത് ഒരു ശിവക്ഷേത്രമായിരുന്നു. അതിൻ്റെ തറക്കെട്ടുകൾ, കൽക്കെട്ടുകൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഒരു ശിവക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ ഒരു കൺവെൻഷൻ സെൻറ്റർ ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ പാടെ മണ്ണെടുത്തു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ ഇരമ്പിയാർന്നെത്തിയ ഈ മണ്ണ് എടുത്തുകൊണ്ടുപോയ പ്രദേശങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇനിയുമുള്ള സർക്കാരിന് മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയപ്പെടുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ, അതായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മനുഷ്യായുസ് കൊണ്ട് കെട്ടിപ്പൊക്കിയ സമ്പാദ്യങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ട ആളുകൾ ഇപ്പോൾ ഒന്നുമില്ലാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുമ്പോൾ അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി സർക്കാർ അതിവേഗം മുന്നോട്ട് പോവുകയാണ്. നിരവധി ആളുകൾ സഹായഹസ്തവുമായി മുന്നോട്ട് വരുമ്പോൾ അത്തരത്തിൽ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന ആളുകളെയൊക്കെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ആളുകൾക്ക് വേണ്ട പുനരധിവാസ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു കാര്യങ്ങളിലേക്കാണ് സർക്കാർ പോകുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ബൃഹത്തായ പദ്ധതി തന്നെ സർക്കാർ പരിഗണിക്കുകയാണ്. ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. ഈ മന്ത്രിസഭാ യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണ ജീവിതത്തിലേക്ക് ആളുകളെ മടക്കിക്കൊണ്ടുവരാൻ, ഒപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന നിരവധി കുടുംബങ്ങൾ ഉണ്ട്. അവരെ അത് 16 ക്യാമ്പുകളിലായിട്ട് 648 കുടുംബങ്ങളിലെ 2225 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. ആ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ ഇനി അവർക്ക് താൽക്കാലിക സംവിധാനങ്ങൾ, താമസ സൗകര്യങ്ങൾ ഒരുക്കി അവരെ അവിടേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ടതായിട്ടുണ്ട്. PWD റെസ്റ്റ് ഹൗസുകൾ, ഒപ്പം തന്നെ വനം വകുപ്പിൻ്റെ ക്വാർട്ടേഴ്സുകൾ, മറ്റ് റവന്യൂ വകുപ്പിൻ്റെ ക്വാർട്ടേഴ്സുകളൊക്കെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന ക്വാർട്ടേഴ്സുകളിൽ ഇവിടങ്ങളിൽ താമസിക്കുന്ന, ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്ന 648 കുടുംബങ്ങളിലെ 2225 പേർക്ക് വേണ്ടിയുള്ള താമസ സൗകര്യങ്ങൾ സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആദ്യഘട്ടമെന്ന നിലയിൽ നടപ്പാക്കാൻ പോവുകയാണ്. ഈ ക്വാർട്ടേഴ്സുകൾക്ക് പുറമെ ഇവരെ താമസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വാടക വീടുകൾ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളിലൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ചുറ്റും കാണുന്ന ഈ വീടുകളിലൊക്കെ കഴിഞ്ഞിരുന്ന മനുഷ്യർ ഇപ്പോൾ ഒന്നുമില്ലാതെ വെറും കൈയോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ, ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് സർക്കാർ ഇപ്പോൾ ഒരുക്കാൻ വേണ്ടിയുള്ള ബൃഹത്തായ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പരിഗണന നൽകുന്നതാണ് പുനരധിവാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവർക്ക് വേണ്ടിയുള്ള താമസ ഇടങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സൈന്യം നിർമ്മിച്ച ബെയിലി പാലത്തിലൂടെ ഫയർഫോഴ്സിൻ്റെ, കേരള ഫയർഫോഴ്സിൻ്റെ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, ജീവനക്കാർ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി, തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടി പോകുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. ഈ സൈന്യമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ആദ്യഘട്ടത്തിൽ ഈ നാട്ടിലെ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ജീവൻമരണ പോരാട്ടത്തിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചത് കേരള ഫയർഫോഴ്സ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പലപ്പോഴും അവർക്ക് അർഹിക്കുന്ന പരിഗണന കിട്ടുന്നില്ല എങ്കിൽ കൂടിയും ഈ ദുരന്ത ഭൂമിയിൽ അവർ നടത്തിയ രക്ഷാപ്രവർത്തനം സമാനതകളില്ലാത്തൊരു രക്ഷാപ്രവർത്തനമായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഈ 10 ദിവസത്തോളം പിന്നിടുന്ന ഈ ദുരന്ത ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങളും കർമ്മമണ്ഡലത്തിൽ സജീവമായി നിൽക്കുന്ന ഫയർഫോഴ്സ് ജീവനക്കാരെയാണ് കാണാൻ കഴിയുന്നത്. അവർ രാവിലെ അവരുടെ കൃത്യം നിർവഹിക്കാൻ വേണ്ടി മുണ്ടക്കൈയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയപ്പെടുന്നത് സർവ്വതും നഷ്ടപ്പെട്ടു പോയ, അതായത് അവരുടെ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് അവരുടെ രേഖകളൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിൻ്റെ ആ പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ ഇന്ന് സർവ്വതും നഷ്ടപ്പെട്ടു പോയ 648 കുടുംബങ്ങളിലെ ആളുകൾക്ക് റേഷൻ കാർഡുകൾ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് അവർക്ക് റേഷൻ കാർഡ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. സ്ഥലത്ത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ പുനരധിവാസത്തിൻ്റെ ഭാഗമായി PWD ഗസ്റ്റ് ഹൗസുകൾ, വനം വകുപ്പിൻ്റെ ക്വാർട്ടേഴ്സുകളൊക്കെ തന്നെ കണ്ടെത്തിക്കൊണ്ട് ഇവരെ താമസിപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള സമാനതകളില്ലാത്ത ഒരു പുനരധിവാസ പ്രവർത്തനത്തിന് ഇന്നു മുതൽ സംസ്ഥാന സർക്കാർ നേതൃത്വം നൽകുകയാണ്. ശരത്ത്, സനോജ്, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ കാര്യം, ഇപ്പോൾ റേഷൻ കാർഡിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ സൗജന്യ റേഷൻ, അവരൊക്കെ മറ്റ് സൗകര്യങ്ങളിലേക്ക് പോകുമ്പോൾ സൗജന്യ റേഷൻ കൂടി ഇപ്പോൾ ക്യാമ്പുകളിലാണ്, അതിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ സൗജന്യ റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അവർക്ക് ആവശ്യം വരുന്ന ഘട്ടത്തിൽ സൗജന്യ റേഷൻ ഉണ്ടാവും. റേഷൻ കാർഡുകളുടെ വിതരണം, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രേഖകൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ അത് വീണ്ടെടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരു ഭാഗത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു 6 മാസക്കാലത്തേക്ക് വൈദ്യുതി ബില്ലുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളില്ല, ബില്ലടക്കേണ്ടതില്ല. അത്തരം തീരുമാനങ്ങൾ KSEBയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾക്ക് ഇവർക്ക് എന്തൊക്കെയാണ് അടിയന്തരമായി വേണ്ടത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കേരളം ലോകത്തിനും ഇന്ത്യക്കും മാതൃകയാകുന്ന വിധം ഇത്തരം ഒരു സാഹചര്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് രജീഷ് അതേക്കുറിച്ച് എഴുതുന്നത്. നേരത്തെ ഇന്നലത്തെ സംസ്കാര ചടങ്ങുകളെക്കുറിച്ചുള്ള ഒരു അനുഭവം ഒക്കെ സനോജ് റിപ്പോർട്ട് ചെയ്തതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അത് കേട്ടതുകൊണ്ട് ബിജുമോൻ എഴുതുന്നു,
കരുതുന്നൊരു കാര്യമുണ്ട്. മാതൃകാപരമായ സംസ്കാര ചടങ്ങുകൾ സർവ്വമത പ്രാർത്ഥനയോടെ എല്ലാ ആദരവോടും കൂടി നടത്താൻ കഴിഞ്ഞു സർക്കാരിന് എന്നുള്ളതാണ്. ആ ആദരവ് നൽകുമ്പോൾ തന്നെ ബഹുമതിയോടെ, സംസ്ഥാന ബഹുമതിയോടെ, ആദരവുകളോടെ, സർവ്വമത പ്രാർത്ഥനയോടെ, ഒട്ടും അനാഥരല്ലാതെ തന്നെ നാടിൻ്റെ മക്കളായിട്ടാണ് അവരുടെയൊക്കെ സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. നമ്മളിത് പറയുമ്പോൾ കോവിഡ് കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ഗംഗയിലൂടെ മൃതദേഹങ്ങൾ ഒഴുക്കിവിടുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ ഒരു കുഴിയിൽ കൊണ്ട് മൃതദേഹങ്ങൾ അടുക്കിയിട്ട് സംസ്കരിക്കുന്ന പോലത്തെ കാഴ്ചകൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു ശരീരഭാഗം അതൊരു മൃതദേഹമായി കണക്കാക്കി DNA പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് രേഖപ്പെടുത്തപ്പെട്ടുള്ള നമ്പർ നേരത്തെ സനോജ് സൂചിപ്പിച്ച ഒരു കുപ്പിയിൽ നിക്ഷേപിച്ച് ഇതിനൊപ്പം ഈ കുഴിയിൽ ഇടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കുപ്പി എന്നത് തന്നെ പ്ലാസ്റ്റിക് കുപ്പിയിലാണ്. അതായത് ഇന്നലെ അതേക്കുറിച്ചും ഇവർ പറയുന്നുണ്ടായിരുന്നു. ഒരു തരത്തിലും നശിച്ചു പോകാത്ത വിധം ആ നമ്പർ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഇത്രയധികമുണ്ട്. അപ്പോൾ എന്നിട്ട് ആ നമ്പർ തന്നെ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം. അതിനുശേഷം സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ആ കുഴികൾ മൂടിയ ശേഷം അവിടെ ഒരു കുറ്റി നാട്ടിയിട്ടുണ്ട്. അതിൽ ഈ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പറയുന്നതാണ്, കാരണം നാളെ ഈ DNA പരിശോധനയൊക്കെ നടത്തി കഴിയുമ്പോഴേക്കും ഇതിൽ ഓരോരുത്തരെയും പലർക്കും ബന്ധുക്കൾക്ക് മനസ്സിലാകും, ഇത് തങ്ങളുടെ DNA പരിശോധനയിലൂടെ മനസ്സിലാകും ഇത് തങ്ങളുടെ അച്ഛനാണ്, അല്ലെ അമ്മയാണ്, സഹോദരങ്ങളാണ്, ഏത് നിലയ്ക്കും നമുക്ക് മക്കളാണ് എന്നൊക്കെ മനസ്സിലാകുന്നൊരവസ്ഥ വരുമ്പോൾ അവർക്ക് അവരുടെ ഉള്ളിലൊരു തേങ്ങലുണ്ട്. അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടമേത് എന്ന് ചോദിച്ചാൽ അത് ചൂണ്ടിക്കാട്ടാൻ ഒരു ഇടം വേണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലാതെ ഇവരൊക്കെ ഒരു വലിയ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ ആളുകളാണ്, അത് അതേപടി എല്ലാം കൂടി അങ്ങ് സംസ്കരിച്ച് തീർത്ത് കളയാം എന്ന് പറയുന്നൊരു മനോഭാവത്തിലല്ല നമ്മളതിനെ കണ്ടത്. അതതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് സനോജ് പറഞ്ഞതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പുത്തുമലയിൽ സംസ്കരിച്ചു എന്നെല്ലാവരും പറഞ്ഞു പോകും. എങ്ങനെയാണ് പുത്തുമലയിൽ സംസ്കരിച്ചത്? ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭൂമിയിൽ 64 സെൻറ്റ് രാത്രിക്ക് രാത്രി എന്ന നിലയിൽ അതിവേഗം നടപടികൾ പൂർത്തിയാക്കി സർക്കാർ ഏറ്റെടുത്തു. ആ 64 സെൻറ്റിൽ ഈ സംസ്കാര ചടങ്ങുകൾ നടത്തി. കുഴി ഓരോരുത്തർക്കും ഓരോ കുഴിയിലായി കുഴി വെട്ടി ഇങ്ങനെയൊക്കെയുള്ള സംസ്കാര ചടങ്ങുകൾ നടത്തി. എന്നിട്ടും ഭൂമി തികയാതെ വന്നു. വീണ്ടും 50 സെൻറ്റ് ഇതുപോലെ തന്നെ അതിവേഗം ഏറ്റെടുത്ത് നടപടികൾ പൂർത്തിയാക്കിയാണ് അവിടെ ഇപ്പോഴും ഈ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ അടക്കം നടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്രമീകരണം പോകുന്നത് എന്നുള്ളത് കൂടിയാണ് സനോജ് പറഞ്ഞതിൻ്റെ ഭാഗമായി പറയാൻ തോന്നിയത്.